കളമശ്ശേരി HMT കമ്പനിയുടെ പുനരുദ്ധാരണത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. HMT സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. HMT നേരിടുന്ന പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തൊഴിലാളികളുമായടക്കം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി. അരമണിക്കൂറിലധികം നീണ്ട സന്ദർശനത്തിൽ HMTയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ആശയവിനിമയം നടത്തി. HMTയിൽ എന്ത് നടക്കുന്നു, അതിനെങ്ങനെയാണ് HMTനെ എക്സ്പാൻഡ് ചെയ്യുക, മോഡേണൈസ് ചെയ്യാൻ എന്താണ് സാധ്യത, അത് ഒന്ന് ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പയനിയറാണ് HMT. ആ സെക്ടറിൽ ഒരു നല്ല ഒരു റോള് HMTക്ക് വരാൻ പോകുന്ന കാലത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായവും ആഗ്രഹവും. അപ്പോൾ എന്താണ് സ്ഥിതി, എങ്ങനെയാണ് ഇതിനെ മോഡേണൈസ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ, അവരെന്താണ് ഇതിൻ്റെ കിട്ടുന്ന പിന്തുണ, അതെല്ലാം ഇന്ന് ചർച്ച ചെയ്തു. ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ, ഭരിക്കാൻ അവസരം തന്നാൽ, മാനുഫാക്ചറിങ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി കളമശ്ശേരിയിൽ HMT മാറും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോണ്ടും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ NDAൻ്റെ ഒരു ഗവൺമെൻറ് ആണെങ്കിൽ പിന്തുണയോണ്ടും ഇവിടെ ഒരു നല്ല ഒരു ഗ്ലോബലി കമ്പറ്റേറ്റീവ് ലക്ഷക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. മെഷീൻ ടൂളുകൾ നിർമ്മിക്കുന്ന യൂണിറ്റാണ് കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന HMT. പ്രവർത്തന മൂലധനത്തിന്റെ അടക്കം അപര്യാപ്തത പിന്നോട്ടടിക്കുന്ന HMTയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അവതാളത്തിലാണ്. കേന്ദ്ര സർക്കാർ HMTയുടെ പുനരുദ്ധാരണത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കളമശ്ശേരിയിലെ HMT യൂണിറ്റ് പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന BJPയുടെ ലക്ഷ്യം. ജനം, കൊച്ചി.